കൊട്ടിക്കളിക്കട മേളം. ഓണത്തിന് ഇനി നെക്സ്റ്റ് എന്താണ് എനിക്കൊരു സർപ്രൈസ് തരാൻ പോകുന്ന? ഓണത്തിന് ഒരു കളർ ചേഞ്ച് ഉണ്ടാവില്ല, ഒരു ശർക്കരയുടെ കളറ്. അല്ല, ഓണം എന്ന് പറഞ്ഞാൽ തന്നെ പായസത്തിന്റെ ഒരു ഓണമാണ്. പായസത്തിന്റെ ഒരു ഓണം ആഘോഷമാണ്, പായസത്തിന്റെ ഒരു പെരുമഴ. അപ്പൊ വെറൈറ്റി പായസം ഒരുപാട് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യാം. എല്ലാവരും ചെയ്യണ പോലത്തെ ഒരു പായസം അങ്ങനെയൊന്നും ഞാൻ എപ്പോഴും ഉണ്ടാക്കാറില്ല. എനിക്ക് എന്താ തോന്നണേ, എന്റെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യും. നമ്മളൊന്ന് കുക്ക് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി, തീർക്കുന്ന കാര്യം അവരേറ്റു. അപ്പൊ ഒരു മെമ്പറും കൂടെ കൂടിയിട്ടുണ്ട്, ഞാനും കൂടെ കേട്ടോ. ഇനി അവർക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നും എനിക്ക് തന്നേക്ക് കേട്ടോ, ഞാൻ എന്റെ വീട്ടിൽ ഷുവറായിട്ട് തരും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മേക്കപ്പും കൂടെ പോകും. അങ്ങനെ റിയൽ ടേസ്റ്റിന്റെ മറ്റൊരു ഓണം എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? എന്റെ കൂടെ ആരാ നിൽക്കുന്നത്? യെസ്, മീറ്റ് അഗൈൻ. അപ്പൊ ഇന്നെന്താണ് റുക്കോ ഞങ്ങൾക്ക് സ്പെഷ്യല്? നമുക്ക് തട്ടേ കയറിയാലോ അങ്ങ്? നമുക്ക് വേറെ ഒരു ചെറുതായിട്ട് വേറൊരു രീതിയിലുള്ള ഒരു പായസം ഉണ്ടാക്കാം. അനദർ പായസം കേട്ടോ. റുക്കോ ഇസ് ഫുൾ ഓഫ് സർപ്രൈസസ്. നമ്മൾ വിചാരിക്കും പായസം, പക്ഷെ നോക്കിക്കോ അതിൽ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരത്തി ഒരു എക്സ്പെരിമെന്റ് നടത്തും. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു സയന്റിസ്റ്റ് കേട്ടോ. അയ്യോ, അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ കൂടെ എന്നെ ഒരുക്കുന്നുമുണ്ട്, അതിലും പെർഫെക്ഷൻ കണ്ടുപിടിക്കുന്ന ആളാ. യെസ്, വാ നമുക്ക് നോക്കാം. ഉന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കട മേളം. നമ്മുടെ സ്വന്തം റുക്സാന നജീം, വെൽക്കം റുക്കു ടു ദ ഷോ. അപ്പം ഇന്നെന്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ? ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഓണമല്ലേ, അപ്പോൾ ഒരു പായസവും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ മറ്റേ നമുക്കൊരു എന്താ പറയാ, എപ്പോഴും ഓണത്തിന് എല്ലാവരും ചെയ്യണ പോലെ പക്ഷെ ചെറിയ ഒരു വ്യത്യാസങ്ങൾ, ഒരു യുണീക്ക് പായസമാണെന്ന് നമ്മുടെ റുക്കു ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് കടന്നാലോ? ഓക്കെ. ഞാനിപ്പോൾ കടല പരിപ്പ് വേവിച്ചിട്ട് വെച്ചിരിക്കുന്നതിന്. പരിപ്പ് വേവിച്ചിട്ടുണ്ട്. കുറച്ച്, ഇപ്പൊ ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച്. പരിപ്പ് എന്ന് പറഞ്ഞാൽ പരിപ്പാന്നും കൂടെ ഒന്ന് കടലപ്പരിപ്പ് വേവിച്ചിട്ട് എടുത്തതാ. ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ച്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുക, അങ്ങനെ എന്തെങ്കിലും കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടിക്കുള്ള നമ്മളത് വേവിച്ച് ഉടച്ചു വെച്ചിട്ട്. അപ്പൊ ഇതിപ്പോ വേണമെങ്കിൽ മിക്സിയിലിട്ട് ചെയ്യാം, പക്ഷെ ഞാൻ പണ്ടത്തെ രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുള്ളൂ. ഇതിങ്ങനെ കിടക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഭംഗി. മറ്റേ നമ്മള് ചെറുപയറിന്റെ പരിപ്പിട്ടിട്ടാണല്ലോ ശരി പായസം ചെയ്യുന്നത്. അപ്പൊ അത് വേറൊരിതാണ്. ഇത് കുറച്ച് കണ്ട മനസ്സിലായി. അതെന്റെ ഒരു ഇഷ്ടമാണേ. ഇത് നമ്മള് വേവിച്ചുടച്ചിട്ട് ചൂടാറിയിട്ടാണ് നമ്മൾ ഈ കുക്കിങ്ങിലേക്ക് കയറുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തെന്നുള്ളൂ. കുറെ എല്ലാ സാധനങ്ങളും ചെയ്യണ്ടേ. പിന്നെ ഒരു കാര്യം, കടലപ്പരിപ്പ് പായസമാണ് ഇന്നത്തെ നമ്മുടെ. പിന്നെ ഇത് പ്രത്യേകമായിട്ട് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇപ്പൊ ഇതില് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് ഇങ്ങനെ ഈ നട്ട്സ് ഒക്കെ ഇങ്ങനെ ഇടണുള്ളൂ. പക്ഷെ നമുക്ക് ഈ ബ്രെഡില്ലേ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതിന്റെ ഈ സൈഡൊക്കെ 3 വേണമെന്നില്ല. ഞാനിപ്പോ എടുത്തപ്പോ അത്ര എടുത്തുന്നുള്ളൂ, അത്രയും വേണ്ട ശരിക്കും. നമുക്ക് ബ്രെഡിന്റെ നമ്മള് ബോർഡർ നാലറ്റവും നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ക്യൂബ്സ് പോലെ കട്ട് ചെയ്യണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മള് ഇതിങ്ങനെ നെയ്യിൽ വറുത്ത് കോരും. ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു ക്രഞ്ചി ഫീലിംഗ് വരും അല്ലേ? ഓക്കെ. ഒരു ലേശം പുഡിങ്ങിന്റെ ഒരു ടച്ച് എവിടെയൊക്കെയോ ഉള്ള പോലെ പുഡിങ്ങും ആക്കാൻ ചെയ്യാം. ഓക്കെ. ഉന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കട മേളം. ചെടി ക്രൈസ് ഉണ്ടോ? എവിടെ നോക്കിയാലും കുറെ ഗ്രീനറി ചെടികളോടുണ്ട്. നമുക്ക് ബ്രെഡ് ഇതുപോലെ നെയ്ക്കകത്തൊന്ന് സ്ലൈറ്റ്ലി നമ്മളൊരു ഷാലോ ഫ്രൈ ചെയ്യും. ഒത്തിരി നമ്മള് ഇത് ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ഒത്തിരി സിമ്മിലിട്ടല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ ഇത് പെട്ടെന്ന് പോകും. പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം തോന്നുന്നു അല്ലേ? ഇളക്കണമെന്നില്ല, പക്ഷെ നമുക്ക് മറിച്ചിടണമല്ലോ. അങ്ങനെ
ഇതെനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമാണ് ഇതിൽ ഞാൻ കൊണ്ടുവരുന്നത്. അല്ലാതെ മൊത്തത്തിൽ ഇങ്ങനെ അല്ലാന്നല്ല. എല്ലാവരും ശരിക്കും പായസമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിലൊരു ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം എല്ലാത്തിലും. ശരിക്ക് എന്താ പറയാ, ഫുഡ് ഇപ്പൊ രാവിലെ എടുത്തു വെക്കണമെങ്കിലും ഉച്ചക്ക് കഴിക്കാൻ എടുത്തു വെക്കണമെങ്കിലും ഒക്കെ അത് ഒരു ഭംഗിയോടുകൂടി എന്ന് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ ചോറ് എടുത്തു വെക്കണ ഒരു പ്ലേറ്റിൽ ചോറ്, കുറച്ച് ചോറ് ഇങ്ങനെ കറികൾ ഇങ്ങനെ വെക്കും. അതെന്റെ ഒരു ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു പ്രത്യേകത റുക്കുന്റെ വീട്ടിൽ നിന്ന് എൻട്രൻസിൽ തന്നെ ഒരു സ്വർണ്ണക്കുടം, അത് വെള്ളം നിറച്ച് വെച്ച്, അതെന്താണ് വല്ലതും ഫെങ്ഷുയി ഉണ്ട് അങ്ങനത്തെ വാസ്തു ഉണ്ടോ? ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും അത് ഇങ്ങനെ എന്താണ് ഇതെന്ന് ചോദിക്കും. പക്ഷേ അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ കണ്ണതിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഔട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കത്തില്ല. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണത്. എൻ്റെ ഉപ്പ ശരിക്ക് വീട്ടില് ഈ കാല് കഴുകാനായിട്ട് പണ്ട് എന്താ അതിനെ പറയണ കിണ്ടിന്നാ, മനസ്സിലായി അറിഞ്ഞൂടാന്നല്ല, കിണ്ടി. അത് ആ സാധനമൊക്കെ നമ്മളിങ്ങനെ പുറത്തു പോയി വരുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഹൗസ് വാമിങ് വന്നപ്പോ അപ്പോഴും പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ പാലാരിട്ടത്ത് കൊണ്ടുപോയി. ഇതാണോ താൻ ഉദ്ദേശിച്ചത്? എല്ലാം പുള്ളിക്ക് ഇവിടുത്തെ കറക്റ്റ് വൺ സ്റ്റോപ്പ് എല്ലാം അറിയല്ലോ എവിടെ സാധനങ്ങൾ കിട്ടുന്ന. പിന്നെ നമുക്ക് ഇന്ന് ഓൺലൈൻ ആണെങ്കിലും എന്ത് സാധനം അല്ല, ഓൺലൈൻ അല്ല, ഞങ്ങള് പോകും. ഞാനിപ്പോ അല്ല, ഞങ്ങളിപ്പോ ഷൂട്ടിന് പോയാലും ഞാൻ നേരത്തെ പറയും. നെജിങ്ക ശരിക്കും കോൺട്രാക്ടറാണല്ലോ, ബിൽഡിങ്. അപ്പൊ എനിക്കറിയാം നല്ല ഐഡിയാസും പിന്നെ കുറച്ച് തിരക്കല്ലേ, ഒത്തിരി ഇങ്ങനെ ഇളക്കണ്ട. അപ്പൊ ഞാൻ പറയും നേരത്തെ, നെജിങ്ക എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് പോണം. അപ്പൊ ഞാൻ ചെയ്യണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ബ്രൈഡ് ചെയ്യാൻ പോകുമ്പോഴും ആഡ് അങ്ങനെ വർക്കുകൾ ഫിലിമിന്റെ ഒത്തിരി അല്ല എന്നാലും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അത് ഞങ്ങളൊരു ടൂറ് പോലെ ആക്കും. തലേ ദിവസം പോവും, ഹോം ടൂർ അല്ലേ? തലേ ദിവസം പോയി ഞങ്ങള് റൂമൊക്കെ കണ്ട് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പുറത്തു പോവും. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോൾ നെജിങ്ങാകുമ്പോൾ ബോറടി ഉണ്ടാവില്ലല്ലോ. പക്ഷെ എന്നാലും ക്ഷമയുണ്ടല്ലോ അല്ലേ? നല്ല ക്ഷമയുണ്ട്, അതിനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം കേട്ടോ. ക്ഷമ. ബിക്കോസ് ഇപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡോട് വന്നു, അപ്പോൾ ആൾക്ക് ക്ഷമയില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ തന്നെ പെണ്ണോട് എവിടെ വാങ്ങിച്ചാൽ പൊയ്ക്കോ, തന്നെ പൊയ്ക്കോളാം പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പെണ്ണുങ്ങളായിട്ട് ഇറങ്ങിയാൽ നമുക്ക് സാവകാശം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രീ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇത് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ക്ഷമയാണ്. അതെ, എവിടെയെങ്കിലും എന്നാ പുള്ളിക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം കേട്ടോ, നമ്മുടെ കൂടെ ഡ്രസ്സിങ്ങിനൊക്കെ. അല്ല, ഞാൻ ഒത്തിരി ഇങ്ങനെ ഭയങ്കര ഒത്തിരി ഇങ്ങനെ എടുത്ത് സെയിൽസ് ഗേളിനെ ബുദ്ധിമുട്ടിക്കൂല. നമുക്കറിയാലോ ഇന്ന സാധനം ഉപയോഗിക്കണം. നല്ല വറുത്ത പൊരിച്ച കോഴിയുടെ മണം എന്ന് നമ്മുടെ രേവതി കിലുക്കത്തി പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇടാൻ പോണത് ബ്രെഡിന്റെ മണം കേട്ടോ, കടല. അടിപൊളി. ഇനി വേറെ കുക്ക് ചെയ്യണം, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല മണമൊക്കെ വന്നു. ഞാനിപ്പോ ഇത്ര ഉപയോഗിക്കും. കുറച്ച് നെയ്ക്കകത്ത് പിന്നെ നെയ്യ് ചേർത്ത്, നെയ്യ് കുറച്ചിട്ട്. ഓൾറെഡി ഇതിൽ നെയ്യുണ്ട്, പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത്. ഓക്കെ ഫൈൻ. നെയ്ക്കകത്ത് ഇത് നല്ലോണം ഒന്ന് വേഗം വെന്തതാണ്. പക്ഷെ ആ നെയ്യിൻ്റെ ഒരു ഇതൊന്ന് പിടിച്ചിട്ടേ മണം സ്മെല്ലും. ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം ഇങ്ങനെ ചെറുത് പിഞ്ച് ഓഫ് സോൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ആദ്യം നമ്മൾ നെയ്ക്കകത്ത് കുറച്ച് ബ്രെഡ് ക്യൂബ്സ് ഒരുപാട് ക്വാണ്ടിറ്റി അല്ലാട്ടോ ഉണ്ടാക്കണത്. മതി, ഞങ്ങൾക്ക് തീർക്കാൻ ഇതൊക്കെ മതി. ഞങ്ങൾ തീർത്ത് തന്നാൽ പോരെ അല്ലേ, ഞങ്ങൾ ക്രൂ തീർത്ത് തന്നാൽ പോരെ. ഓക്കെ. പിന്നെ അടുത്ത ആ നെയ്ക്കകത്ത് തന്നെ നമ്മൾ ഒരു കൈപ്പിടി പരിപ്പ്, കടലപ്പരിപ്പ്, അത് വെന്ത് ഉടച്ചിട്ട് നമ്മൾ നെയ്ക്കകത്ത് ഇപ്പം ഒന്ന് ചെറുതായിട്ട് വേവിക്കുന്നു. കൈ എടുക്കാൻ പാടില്ല അല്ലേ, കൈ എടുത്തു കഴിഞ്ഞാൽ തീർന്നു, പായസത്തിന്റെ ക്വാളിറ്റി പോയി. ഉന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം. ഇതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീരകവും ചുക്കില്ലേ,
അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ജീരകം. ഓക്കെ ഓക്കെ. ജീരകം നമ്മുടെ പായസത്തിന്റെ ഒരു എസൻസ് ആണെന്ന് തന്നെ പറയാം അല്ലേ? ചുക്കും ജീരകം. പിന്നെ അത് നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനത് പൊടിച്ചു വെക്കും. അത് എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇത് അറിയാലോ, നമ്മുടെ ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്. എല്ലാം ജസ്റ്റ് ഇത് ഇങ്ങനെ നമ്മളൊന്ന് സ്പ്രിങ്കിൾ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ക്വാണ്ടിറ്റിന്നൊന്നും നമുക്ക് അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ ഒരു മനോധർമ്മം പോലെ ഒരു പിഞ്ച് അല്ലേ? അത്രേ ഉള്ളൂ. ഞാനിതുപോലെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ റെസിപ്പി ബുക്സ് ആയിരുന്നു. ഇതുപോലെ അമ്മയുടെ ഒക്കെ ചോദിക്കും, മമ്മി കുറച്ച് കുറഞ്ഞില്ലേ, കുറച്ച് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാനിതുപോലെ മമ്മിയോട് പറയും, മമ്മി ഇത് എത്ര സ്പൂൺ എടി അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് മനോധർമ്മം പോലെ നീ ചെയ്യണമെന്ന് പറയും. സോ അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ ബൈ പ്രാക്ടീസ് നമുക്കറിയാൻ പറ്റും അല്ലേ? പിന്നെ ഓക്കെ ഓക്കെ ഫൈൻ. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴും സേഫ് നോൺ സ്റ്റിക്ക് വെക്കുന്നതായിരിക്കും അല്ലേ? നോൺ സ്റ്റിക്ക് വെക്കാം. പിന്നെ ഈ എന്താ പറയുക, അതിൻ്റെ പേര് ഞാൻ മറന്നല്ല, പായസം ഉണ്ടാക്കുന്ന ഒരു ഇതില്ലേ, പണ്ടത്തെ ഉരുളിയാണോ? ഉരുളി, അതിൽ ചെയ്യാ നല്ല. ഈ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ആ ഒരു ഈ നോൺ സ്റ്റിക്ക് ഒക്കെ വരുന്ന മുമ്പുള്ള കാലഘട്ടത്തിലും അതൊക്കെ ഒത്തിരി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പറ്റുന്നത്. പിന്നെ കൈ അതിന് എടുക്കാൻ പാടില്ല അല്ലേ? ഓക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നു മോസ്റ്റ്ലി നോൺ സ്റ്റിക്ക് തന്നെ കുറച്ച് സേഫ്. പിന്നെ ഒരു കാര്യമുണ്ട്, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ അടിയിൽ ഈ സംഭവമൊക്കെ പോയി തുടങ്ങും. പിന്നെ ഈ പോലെ അങ്ങനെയുണ്ട്, ഓക്സിഡൈസ്ഡ് ആവും എന്നൊക്കെ പറയും. ബട്ട് ഐ ഓൾവേസ് ഫീൽ സേഫർ സൈഡ് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ശർക്കര. അത് ഇപ്പോഴൊന്നും ചെയ്തല്ല, ഞാനിങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ട്. ശർക്കരയാണ് കേട്ടോ, ശർക്കര പാനിയാക്കുന്നു കേട്ടോ. പാനിയാക്കി വെച്ച് പാനിയാക്കി വെച്ചിരിക്കുക ഇത്. അത് ഞാൻ അപ്പോൾ ഇതിനൊരു ഷുഗർ വേണ്ടി വരത്തില്ല അല്ലേ? ഇല്ല കേട്ടല്ലോ, ഇതിന് ഷുഗർ വേണ്ട, പകരം നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര നമ്മൾ പാനിയാക്കുന്നു. ഒരു പുഡിംഗ് ലുക്കൊക്കെ ആയി തുടങ്ങിയല്ലോ, ഒരു കാരാമലിസ്റ്റ് പുഡിംഗ് ലുക്കൊക്കെ ആയി തുടങ്ങി. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലേ? ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. നമ്മളിങ്ങനെ ഇത് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഇത് കുറുകി വരുന്ന അനുസരിച്ച് അത് ഒഴിച്ചുകൊണ്ടിരിക്കണമായിരിക്കും. അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരം വേണ്ടതല്ലേ, അപ്പം അതിന് മാത്രമായിട്ടാണ് ചെയ്യണത്. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇത് ശരിക്കും നമ്മുടെ ഏകദേശം അല്ലേ പരിപ്പ് പായസം, അടപ്രഥമൻ ഒക്കെ പോലെ ഒരു ചായലുണ്ട്. അവരുടെയൊക്കെ ഒരു സിബ്ലിംഗ് എന്ന് പറയാം. ഈ ഇവർക്ക് ഓണത്തിനൊക്കെ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ്? നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ്? ഓണം സെലിബ്രേഷൻ സ്റ്റാഫും ഞങ്ങളും കൂടെ ആയിട്ട് ഓണത്തിന് ഒരിത്തിരി മുന്നേ തന്നെ ചെയ്യും. ഓണത്തിന്റെ അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ, അത് ഞങ്ങൾ വേറൊരു ഇതിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല. കസിൻ നിജിങ്ങാക്ക് ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട്, 2 അനിയന്മാരുണ്ട്, അപ്പൊ പിന്നെ ഒരു പെങ്ങള്. അപ്പൊ എല്ലാവരെയും വിളിക്കും ഞങ്ങൾ ഇങ്ങോട്ട്. അപ്പൊ നാത്തൂനും അനിയത്തിയും ചേട്ടന്റെ ഭാര്യ എല്ലാരും പറയും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറയും. എല്ലാവർക്കും അറിയാം ഉമ്മ നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡിന്റെ ഉമ്മ നന്നായിട്ട് ചെയ്യുമെന്ന്. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് എല്ലാവരും സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ എന്റെ ഒരു വെറൈറ്റി അപ്പോഴും എന്തെങ്കിലും ഒരു ഐറ്റം കാണാം, ഒരു കൂട്ടായ്മയാണ് ഓണം ശരിക്കും. പിന്നെ എല്ലാവരും കൂടെ കുറേ നാൾ കൂടി ഒത്തുചേർന്ന് കാണും. എല്ലാവരുടെയും ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ ശരിക്കും നമുക്കൊരു ഓണം, ഒരു ക്രിസ്മസ്, ഈസ്റ്റർ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ലീവ് കിട്ടുന്നു. ഐ മീൻ ഗൾഫിൽ നിന്നും കുറേ പേര് ശരിക്കും നമ്മളൊരു ഓണ സദ്യ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു ഒത്തുചേരല നമ്മുടെ റിലേറ്റീവ്സിനെ, നമ്മുടെ ഫാമിലീസിനെ ഒക്കെ നമുക്ക് കുറേ നാളോട് ഒന്നിച്ചിരുന്ന് ഒരു സദ്യ കഴിക്കുക. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ഓണത്തിന്റെ ഒരു കംപ്ലീഷൻ, ഒരു സദ്യ കഴിക്കുന്നേക്കാളും. പക്ഷെ ഇവിടെ എല്ലാവരും കൂടും. എന്റെ വീട്ടില് എനിക്കൊരു ബ്രദറുണ്ട്, 2 ചേച്ചിയുണ്ട്. അപ്പൊ അവരും ഇതൊക്കെ നന്നായിട്ട് പാചകം ചെയ്യണതാണ്. പിന്നെ ആങ്ങളുടെ വൈഫ്, പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ച് ഞങ്ങൾ ഫുഡ് ഇതാക്കി ഇവിടെ ഇങ്ങനെ എല്ലാവരും നിരന്നിരുന്ന് എല്ലാവർക്കും നമ്മൾ സെറ്റ് സാരിയൊക്കെ കൊടുത്ത്. അന്നാണ് ഞാൻ കുറച്ചും കൂടെ സാരി കൊടുക്കുന്നത്. പിന്നെ ഓണക്കളി. ഓക്കെ, ഓണം നമ്മൾ ശരിക്കും എല്ലാവരും കൂടെ ഒരു ഒത്തുചേരലാണ്. പിന്നെ ഓണക്കളി ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഗെയിം എന്തായാലും ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങള് അന്ന് അടിച്ചു പൊളിക്കും. തിരുവോണത്തിന്റെ അന്ന് അടിച്ചു പൊളിക്കും. ഓണത്തിന്റെ ഹാങ് ഓവർ. പിന്നെ പായസം. അത് പായസം ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയാലും എന്റെ നാത്തൂൻ കൊണ്ടുവരും പായസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളിയും കൊണ്ടുവരും. അങ്ങനെ എല്ലാവരുമായിട്ട് അപ്പൊ വെറൈറ്റി നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ശരിക്ക് ഒരു 14 തരമൊന്നും അല്ല, കറി ഒത്തിരി ഉണ്ടാവും. ഉന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം.
ഇനി നമുക്ക് പായസത്തിന്റെ ഇനി നമുക്ക് ഇത് ലാസ്റ്റ് ആയി കുറുകി നമ്മുടെ നമ്മള് പാല് കടലപ്പരിപ്പ് ശർക്കര എല്ലാം കൂടെ ചേർന്ന് എല്ലാം ഒന്ന് കുറുകി ഒരു പരുവത്തിലായി. ഞാനിപ്പോ ഇങ്ങനെ എല്ലാം ചെയ്തു വെച്ചോണ്ട് ഇതില് 2ാം പാലും 1ാം പാലും ഒന്നുമില്ല. ഇത് ഫസ്റ്റ് ലാസ്റ്റ് ഉള്ള ആ ഒരു പാലില്ലേ, തലപ്പാല് മാത്രം. നമ്മൾ ഇനി ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി എടുത്തത് കൊണ്ട് തലപ്പാൽ അങ്ങനെയൊക്കെ ഒഴിച്ച് നമുക്ക് ഇത്രയും കളർ കിട്ടില്ല. എനിക്കാണെങ്കിൽ കുറച്ച് കളർ കാണാൻ ഇഷ്ടമാണ്. ഇല്ല, ഇപ്പൊ നമ്മളിപ്പോ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 3ാം പാൽ 2ാം പാലൊക്കെ ഒഴിക്കണോ? ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെങ്കിൽ നമ്മൾ നെയ്യിൽ ഇത് ചെയ്തിട്ട് ആ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്യണം വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു പാല് തിക്ക് പാലാണ് ഞാനിതിൽ, തേങ്ങാപ്പാല് അതൊഴിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് കണ്ട ഇത്രയും ഇതിൽ കിട്ടിയില്ലേ. ഇനി ഇതിലൊന്നും ഒഴിക്കണ്ട. ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? എത്ര നേരം നമ്മളിങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നു. റുക്കുവാണെങ്കിൽ പറയുന്നുമില്ല ടേസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ സ്വയം ആ മുൻകൈ അങ്ങ് എടുക്കുന്നു. ഇത്ര നേരം ഇങ്ങനെ ഈ മണം അടിച്ചോണ്ട് ഇച്ചിരി കൂടുതൽ കേട്ടോ. അടിപൊളി. പിന്നെ ഉള്ളതാണ് നട്ട്സും കൂടെ ചേർക്കണം. കൈ പൊള്ളുന്നത് ഇതിൽ കൂടുതൽ നമ്മൾ അത് നട്ട്സ് ഒന്നും ഇടേണ്ട കാര്യമില്ല. ഇതിന്റെ മെയിൻ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യണത് കേട്ടാ, എനിക്ക് ബാക്കി എനിക്ക് അറിയില്ല. ഞാൻ ചെയ്യണത് ഈ ചുക്കും ജീരകവും ഇല്ലേ, അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും പിന്നെ നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു ഫ്ലേവർ എല്ലാം കിട്ടണോണ്ടേ കൂടുതൽ ഇതാണ് ചെയ്യണം. പിന്നെ നട്ട്സ് ഇടണേ ചെറുതായിട്ട് മാത്രമേ ഞാൻ അതിലിടുള്ളൂ, വളരെ കുറച്ച്. പിന്നെ അതാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ ഇതേ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്യൂബ്സ്, ഇത് ശരിക്കും കാണുമ്പോൾ എനിക്ക് കുട്ടികളുടെ സ്നാക്സ് ഓർമ്മ വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ ബ്രെഡ് നമ്മൾ ക്യൂബ്സ് പോലെ കണ്ടിച്ചിട്ട് നെയ്ക്കകത്ത് വറുത്ത് കോരി ഫൈനലി ഇതാണ് നമ്മൾ ഡെക്കറേഷൻ പോലെ. ശരിക്കും ഡെക്കറേഷൻ ആണോ ഒരു ആഡഡ് ടേസ്റ്റ് ആണോ ഇത്? ഈ ഡെക്കറേഷൻ അല്ല, ഇത് ശരിക്കും ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് കുട്ടികൾ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അതാണ് പറയുന്നത്, ഞാൻ ചെയ്തതൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യണം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. അവർ കുഞ്ഞായിരിക്കുമ്പോൾ എന്ത് കൊടുത്താലും അവരൊന്നും പറയില്ല കഴിക്കാൻ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവരത്. പക്ഷെ ഈ ബാക്കിയില്ലേ, നമ്മളിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിന്റെ മേളില് അങ്ങനെ എന്നിട്ട് വേണം ബാക്കി നമുക്ക് ഇച്ചിരി മാറ്റി വെക്കാം. പക്ഷെ നമ്മൾ ഈ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ചെടുത്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഇതണ്ട 3 സ്ലൈസ് എടുത്തിട്ട് ബാക്കി ഇത്രയും വരുന്നുണ്ട്. അത്രയും ശരിക്കും വേണ്ട. നമുക്ക് കുറെ എടുക്കുമ്പോഴേ കുറച്ച് വേണം. ഇതിപ്പോ ഇത്രയും മാത്രമല്ലേ, നമുക്ക് കുറച്ച് മതി. ഇതിന്റെ ഇത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ബൗളിൽ ഞാൻ ബൗളൊക്കെ ഞാൻ തരാൻ റുക്കുവിന് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്താൽ മതി. സ്പൂണും തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് പായസം, കടലപ്പരിപ്പ് ശർക്കര പായസം വിത്ത് ബ്രെഡ് ക്യൂബ്സ് കേട്ടോ. സോ അതിൻ്റെ മെയിൻ ഇത് വരുന്നു. എൻ്റെ റോൾ ഇനി വരാൻ പോവാണ് കേട്ടോ. പക്ഷേ എന്തായിട്ടും നമ്മൾ അച്ഛൻ ചൂടാറുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. പക്ഷേ ഒന്ന് എൻ്റെ ക്ഷമ കിട്ടും, രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുമോ കേട്ടോ, എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, വിത്ത് ക്യൂബ്സ് കഴിക്കാം അല്ലേ? അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഭയങ്കര അടിപൊളി. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ബ്രെഡ് ക്യൂബ്സും അത് ഈ ശർക്കരയുടെ ടേസ്റ്റും നെയ്യുടെ ടേസ്റ്റും സംഭവങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഈ ബ്രെഡ് നമ്മൾ കടിക്കുമ്പം എന്താ പറയുന്ന റുക്കു ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. അടിപൊളി, സൂപ്പർ കേട്ടോ, സൂപ്പർ പായസം. എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്ക് പ്രസ്ഥാനം എന്നുള്ള വാക്കാണ് ഇപ്പോൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വേറെ ലെവൽ എന്ന് പറയാം. ഇറ്റ്സ് വെരി നൈസ്.
കൈകൾ കൊട്ടിക്കളിക്കണ മേളം